പ്രിയപ്പെട്ടവരെ, രാജ്യത്ത് ഒരു കർഷക പ്രക്ഷോഭം അരങ്ങു തീർക്കാണ്. നിവൃത്തികേട് കൊണ്ട് മനുഷ്യർ തെരുവിലേക്ക് ഇറങ്ങുന്നു. കൃഷിയിടങ്ങൾ വിട്ട് തെരുവിലേക്ക് ഇറങ്ങാനും തല്ലുകൊള്ളാനും മനുഷ്യർ തീരുമാനിക്കുന്നത് ജീവിക്കാൻ നിവൃത്തിയില്ലാതെയാകുമ്പോഴാണ്. നമുക്ക് പലപ്പോഴും വളരെ അകന്നവരായിട്ട് തോന്നുന്നവരാണ് കർഷക തൊഴിലാളികൾ, കർഷകർ. നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് അവർ നട്ടുണ്ടാക്കിയിട്ടാണ് എന്നുള്ള കാര്യം പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു. നമുക്ക് ഭക്ഷണം നൽകുന്ന ഈ മനുഷ്യർ ജീവിക്കുന്നത് വളരെ പരിതാപകരമായ ജീവിത സാഹചര്യങ്ങളിലും പ്രശ്നങ്ങൾക്കകത്തുമാണ് എന്ന കാര്യം നമ്മൾ ഗൗരവമായി ചിന്തിക്കുന്നേയില്ല. അരിക്ക് വില കൂടുമ്പോൾ അതിൽ വിമിഷ്ടം കാട്ടാറുണ്ടെങ്കിലും അരി ഉൽപ്പാദിപ്പിക്കുന്നവന് കഞ്ഞി കുടിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കാറില്ല. നമുക്ക് ഗോതമ്പ് കിട്ടുമ്പോൾ ആ ഗോതമ്പിന് വില കയറിയാൽ നമ്മൾ അതിനെക്കുറിച്ച് കുറ്റം പറഞ്ഞേക്കാം. പക്ഷേ അത് ഉൽപ്പാദിപ്പിക്കുന്നവൻ ഏത് നിലയിലാണ് ജീവിക്കുന്നത്, അവൻ്റെ കഞ്ഞിക്കലത്തിന് ഓട്ട വീണിട്ടുണ്ടോ എന്ന് നാം ചിന്തിക്കാറില്ല. രാജ്യത്ത് കർഷകർക്കെതിരായ നയങ്ങൾ കാലത്ത് വളരെ ത്വരിതഗതിയിലാണ് മുൻകാലങ്ങളിലും നിരവധിയായവ വന്നു കയറിയിട്ടുണ്ട്. അങ്ങനെ നിരന്തരമായി ആക്രമിക്കപ്പെട്ടും അടിച്ചമർത്തപ്പെട്ടും ജീവിക്കാൻ നിവൃത്തിയില്ലാതെ പോയ മനുഷ്യരാണ് കർഷകർ. അങ്ങനെയുള്ള കർഷകർ 2002 2014 ഇടയ്ക്കുള്ള 12 വർഷങ്ങളിലായി 3.5 ലക്ഷം പേർ ആത്മഹത്യ ചെയ്തു. 3.5 ലക്ഷം പേർ ആത്മഹത്യ ചെയ്തു എന്നത് ഒരു പ്രധാന കാര്യമായിട്ടോ ഒരു ചിന്താ വിഷയമായിട്ട് പോലുമോ നമുക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ഇന്ന് അവർ ഉത്തരേന്ത്യയിൽ ഇങ്ങനെ സമരം ചെയ്യുമ്പോൾ അത് ടെലിവിഷൻ ചാനലിലൂടെ കണ്ടിരിക്കാമെന്നല്ലാതെ അതിനപ്പുറത്തേക്ക് അവർക്ക് വേണ്ടി നിലകൊള്ളാമെന്നൊരു നിലപാടെടുക്കാനായിട്ട് നമുക്കിപ്പോഴും കഴിയുന്നില്ല. ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, ഈ കർഷക തൊഴിലാളികൾ നിലനിൽക്കുന്നത് കൊണ്ടാണ്, ഈ കർഷകർ നിലനിൽക്കുന്നത് കൊണ്ടാണ്, ഈ തൊഴിലാളികൾ പണിയെടുക്കുന്നത് കൊണ്ടാണ് ഞാനും നിങ്ങളും നിലനിന്നു പോകുന്നത്. നമ്മുടെ സമ്പദ് വ്യവസ്ഥയാകട്ടെ, ഉപജീവന മാർഗമാകട്ടെ, ജീവസന്ധാരണ മാർഗങ്ങളാകട്ടെ നിലനിൽക്കുന്നത് ഈ കർഷകരുടെ അത്യധ്വാനത്തിൻ്റെ പുറത്താണ് എന്ന പരമാർത്ഥം നാം പലപ്പോഴും ചിന്തിക്കുന്നേയില്ല. നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ കൃഷി ചെയ്യുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു, കൃഷി ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഞങ്ങൾ കുറച്ച് കൃഷി ചെയ്യാനായിട്ട് ആലോചിച്ച് 1 ഏക്കർ സ്ഥലം പാട്ടത്തിനെടുത്ത് ഒരു കൃഷി ആരംഭിച്ചു. വാഴയും കപ്പയും ഒക്കെ ആയിട്ട് കൃഷി ആരംഭിച്ചതാണ്. വാഴയും കപ്പയൊക്കെ ആയിട്ട് കൃഷി ആരംഭിച്ചു കഴിഞ്ഞ് വളരെ വ്യക്തമായി നമുക്ക് ബോധ്യമായൊരു കാര്യം, ഈ കൃഷി ലാഭത്തിൽ കലാശിക്കില്ല. ഈ കൃഷി എത്ര വില തന്നാലും ലാഭത്തിൽ കലാശിക്കില്ല. നിരന്തരമായി അധ്വാനിക്കണം, എല്ലാ ദിവസവും അധ്വാനിക്കണം. നനയ്ക്കുന്നതായാലും കളപറിക്കുന്നതായാലും ചുവട് കളയ്ക്കുന്നതായാലും വളമിടുന്നതായാലും നിരന്തരമായി ജോലി ചെയ്തേ തീരൂ. ഞാൻ യഥാർത്ഥത്തിൽ ഒരു കർഷകനല്ല, കാർഷിക കുടുംബത്തിൽ നിന്നല്ല വരുന്നത്. അതുകൊണ്ട് കാർഷിക മേഖലയെക്കുറിച്ച് വലിയ അറിവൊന്നുള്ള ആളല്ല. പണ്ട് കർഷക തൊഴിലാളി യൂണിയനിലും കർഷക സംഘത്തിലും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ പോലും അതൊരു ആത്മാർത്ഥതയോടെ അല്ലെങ്കിൽ പരിപൂർണമായ അറിവോടെയാണെന്ന് പറയാൻ കഴിയില്ല. ഇപ്പോൾ ഈ കൃഷി ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായത്, വെച്ചിട്ടുള്ള 100 വാഴയാണ്. ആ 100 വാഴകളിൽ മുഴുവൻ കൊലയുണ്ടായാലും, ആ കൊലകളിൽ മുഴുവൻ പഴമുണ്ടായാലും, നിറച്ച് തൂക്കമുള്ള ഇതുണ്ടായാലും നമുക്ക് കാര്യമായി പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതിനുവേണ്ടി എടുത്ത കടമടയ്ക്കാൻ, വായ്പ എടുത്തത് തിരിച്ചടയ്ക്കാൻ കഴിയില്ല. ആ നിലയ്ക്കാണ് കൃഷിയുടെ ഒരു സ്ഥിതി നമ്മുടെ നാട്ടിലുള്ളത്. ഇപ്പോൾ വഴിയരികൾ നിങ്ങൾ കാണുന്ന ഏത്തപ്പഴം 25 രൂപയാണ്. കർഷകന് അതിൽ നിന്ന് എന്ത് കിട്ടും? ഒരു വർഷത്തോളം പണിയെടുത്ത്, ഈ വാഴയുടെ ചുവട്ടി പണിയെടുത്ത്, വളമിട്ട്, വെള്ളമൊഴിച്ച് ഇത് വളർത്തി, കാറ്റിൽ വീണു പോകാതെ, കാലാവസ്ഥയുടെ പ്രതികൂലതകളൊക്കെ നേരിടാൻ അതിന് ബലം കൊടുത്ത് അത്യധ്വാനം ചെയ്ത് ഇത് പാകപ്പെടുത്തിയെടുത്താൽ കിട്ടാവുന്ന വില 1 കിലോ ഏത്തപ്പഴത്തിന് 25 രൂപയാണ്. അങ്ങനെ വരുന്ന വളരെ പരിതാപകരമായ ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന മനുഷ്യരാണ് കർഷകർ. അത് നമുക്ക് നേരിട്ട് അനുഭവമുള്ള മേഖലകളിലേക്ക് പോകുമ്പോൾ അറിയാം. ഇപ്പോൾ കർഷക തൊഴിലാളികളും കർഷകരും അനുഭവിക്കുന്ന ക്ലേശങ്ങൾ നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ ഇപ്രകാരമാണെങ്കിൽ, കേരളത്തിൽ വളരെയധികം പുരോഗമനപരമായ മുന്നേറ്റങ്ങൾ ഉണ്ടായ ഒരു സംസ്ഥാനമാണ്. അങ്ങനെയൊന്നും ഉണ്ടാകാത്ത ഉത്തരേന്ത്യയെ സംബന്ധിച്ച് എങ്ങനെയായിരിക്കും? ഞാൻ മധ്യപ്രദേശിൽ റസോഡി എന്ന ഗ്രാമത്തിലുണ്ടായിരുന്നു. ഗുജറാത്തിൻ്റെയും രാജസ്ഥാൻ്റെയും ബോർഡറിലുള്ള ഒരു ഗ്രാമമാണ്. അവിടെ കൃഷി ചെയ്യുന്ന സംവിധാനങ്ങൾ അവിടെ ജീവിച്ച കാലത്ത് കണ്ടിട്ടുണ്ട്. അത് മഴ പോലും ലഭിക്കാത്ത സമയത്ത് ഉണങ്ങിയ മണ്ണിൽ ആണ് കൃഷി ചെയ്യുക. ചെറുപയറൊക്കെ കൃഷി ചെയ്യുന്ന ഉണങ്ങിയ മണ്ണിലാണ്. ഒരു മഴ വന്നാൽ രക്ഷപ്പെട്ടു, മഴ വന്നാൽ വിളവുണ്ടാകും, അല്ലെങ്കിൽ ഉണ്ടാകില്ല.
അങ്ങനെ മൊട്ടക്കുന്നുകൾ പോലെ കടുത്ത ചൂടിൽ അത്യധ്വാനം ചെയ്യുന്ന ഈ മനുഷ്യർ യഥാർത്ഥത്തിൽ ജീവിക്കുന്നത് വളരെ കഷ്ടപ്പെട്ടാണ്. അവരോടൊപ്പം ജീവിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക കർഷക തൊഴിലാളികളും കർഷകരും എങ്ങനെയാണ്. വലിയ ഭൂ ഉടമകളും ജമീന്ദാർമാരും ഉണ്ട്, അവരുടെയൊക്കെ ജീവിതം വ്യത്യാസമാണ്. പക്ഷെ സാധാരണ മനുഷ്യർ അവിടെ ജീവിക്കുന്നത് വെറുതെ ചപ്പാത്തിയും സവാളയും പറ്റുമെങ്കിൽ ഒരു പച്ചമുളകും മാത്രമാണ്. സാമാന്യഗതിയിൽ അവർക്ക് പരിപ്പിൻ്റെ ഒരു ദാലിൻ്റെ കറിയൊക്കെ ഉണ്ടാകുക എന്ന് വെച്ചാൽ അതൊരു വലിയ ആഘോഷമായിട്ടാണ്. ഇപ്പം നമുക്കറിയാവുന്ന ആളുകൾ ഭക്ഷണം മര്യാദയ്ക്ക് കിട്ടാത്തതിൻ്റെ ഒരു അനുഭവം നേരിട്ട് ഞാൻ റസോഡി വെച്ച് കണ്ടിട്ടുണ്ട്. ദോലിയ എന്നാണ് ആ സുഹൃത്തിൻ്റെ പേര്. അദ്ദേഹം ഞങ്ങൾ അധ്വാനിക്കുന്ന സ്ഥലത്ത് അധ്വാനിക്കാൻ വരുന്ന ആളാണ്. അപ്പം ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത് അധ്വാനിക്കുന്ന ഇദ്ദേഹത്തെ തൊഴിലാളിയെ ഞങ്ങളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് നിർബന്ധിച്ചു. അവിടെയുള്ള ആളുകൾക്ക് അത്ര രസിക്കുന്നില്ലെങ്കിലും ഞങ്ങളങ്ങനെ നിർബന്ധിച്ചു. അങ്ങനെ അദ്ദേഹം വന്ന് ഞങ്ങളുടെ കൂടെ ഇരുന്നു. അപ്പോൾ നിർബന്ധിച്ച് അവനെ കൊണ്ട് ഭക്ഷണം കഴിപ്പിച്ചു. ഞങ്ങൾ ചെല്ലുമ്പോൾ റാ പോലെ വളഞ്ഞാണ് ഈ ദോലിയിരിക്കുന്നത്. അവന് 4 കുട്ടികളുണ്ട്. 21 വയസ്സേ ആയിട്ടുള്ളൂ. അവന് ഭാര്യയ്ക്ക് എനിക്ക് തോന്നുന്നു 10-18 വയസ്സ് കഷ്ടിയുണ്ടാവും. അപ്പോൾ ചെറിയ പ്രായത്തിലെ കല്യാണം കഴിച്ചിട്ടുണ്ടാകാം. ഇത് നിയമമൊന്നും പാലിക്കുന്ന ആളുകളൊന്നും അല്ലല്ലോ. നിയമമൊന്നും പാലിക്കാൻ അതിനെക്കുറിച്ചൊന്നും അറിയില്ല, അതിനെക്കുറിച്ചൊന്നും പഠിപ്പിച്ചിട്ടില്ല. അനാചാരങ്ങളിലും ദുരാചാരങ്ങളിലും മുഴുകി മദ്യമൊക്കെ ആണ് ജീവിതത്തിലെ പരമമായ ഒരു സന്തോഷമായി കാണുന്ന ആ നിലയ്ക്ക് ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവൻ ആദ്യം വളഞ്ഞാണിരിക്കുന്നത്. ഒരാഴ്ച ഞങ്ങളുടെ കൂടെ ഇരുന്ന് അവൻ ഭക്ഷണം കഴിച്ചപ്പോൾ നിർബന്ധിച്ച് അവനെ കൊണ്ട് കഴിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അവൻ നിവർന്നു നിന്നു. നല്ല ഒത്ത ഉയരമുള്ള ഒരു മനുഷ്യൻ, ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ നടുവ് വളഞ്ഞൊരു വണ്ടിക്കാളയെ പോലെയായി ജീവിക്കുകയാണ്. ഇത് ഒരാളുടെ കാര്യമൊന്നുമല്ല. ഉത്തരേന്ത്യയിൽ നമുക്ക് പോയാൽ കാണാൻ പറ്റും മനുഷ്യജന്മങ്ങളായി പരിഗണിക്കാത്ത ആളുകളാണ്. മനുഷ്യരായിട്ടേ പരിഗണിക്കുന്നില്ല. അവിടെ ഗ്രാമങ്ങളിലൊക്കെ ജീവിക്കുന്ന ആളുകളും നമ്മൾ ഹിന്ദി സിനിമ കാണുന്ന ആളുകളും തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട്. നഗരങ്ങളിൽ, ഇൻഡോറിലടക്കമുള്ള നഗരങ്ങളിൽ ചെല്ലുമ്പോൾ വെളുത്ത് സുമുഖരായ ഉയരവും വണ്ണവും ഒക്കെ ഉള്ള മനുഷ്യർ അവർ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് വലിയ ഭംഗിയായി ജീവിക്കുമ്പോൾ താഴേക്കിറങ്ങി വരുമ്പോൾ ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ കഷ്ടപ്പെട്ട് ഭക്ഷണമില്ലാതെ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ കഴിയുന്ന മനുഷ്യർ. ഇപ്രകാരം വഴിയിലെ ഓടയിൽ നിന്ന് പോലും വെള്ളം കുടിക്കാൻ ഇടയാകുന്ന തരത്തിൽ ജീവിതം വഴിമുട്ടിയ ഈ സാധാരണ മനുഷ്യരുടെ ഒരു ലോകമാണ് ഇന്ന് ഈ സമരത്തിനിറങ്ങുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ രാജ്യം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അങ്ങനെ പറയുന്നൊരു ബോധമുണ്ടെങ്കിൽ സാഹോദര്യം എന്നൊരു ബോധത്തിലായിരിക്കണം അത് പറയേണ്ടത്. ആ നിലയ്ക്കാണെങ്കിൽ കർഷക സമരങ്ങളോട് ഐക്യം പ്രാപിക്കാൻ പറ്റണം. കർഷകർ ഇന്ത്യയുടെ അഭിമാനമാണെന്നല്ല നട്ടെല്ലാണെന്ന് നമുക്ക് പറയാൻ പറ്റണം. പലപ്പോഴും ഇപ്പം അങ്ങനെയല്ല. നമ്മളിപ്പോൾ സൈനികരെയൊക്കെയാണ് ഉയർത്തിക്കൊണ്ടുവരിക. സൈനികരുള്ളതുകൊണ്ട് നമ്മൾ കിടന്നുറങ്ങണേന്നാണ് പറയണേ. സൈനികരുള്ളത് കൊണ്ടല്ല നമുക്ക് ഉറങ്ങാൻ പറ്റുന്നത്. ഇങ്ങനെ അടിമവേല പോലെ വേല ചെയ്ത് നമുക്ക് വേണ്ടി അന്നം ഉണ്ടാക്കി തരുന്ന മനുഷ്യരുള്ളത് കൊണ്ടാണ്. പണ്ടത്തെ മുദ്രാവാക്യം അങ്ങനെയാണ്, ജയ് ജവാൻ ജയ് കിസാൻ ആയിരുന്നു. ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കിസാനെ വെട്ടിക്കളഞ്ഞു. നമ്മൾ കിസാനെ ജീവിതത്തിൽ നിന്ന് വെട്ടിമാറ്റി. അതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായ അടയാളങ്ങളാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ ആധുനികമായി വന്ന ഈ നിയമ ഭേദഗതികൾ. അവയ്ക്കെതിരെ സമരം ചെയ്യാനായിട്ട്, പൊരുതാനായിട്ട്, വഴിയിലേക്ക് ഇറങ്ങി ജീവൻ കളയാനായിട്ട്, നഷ്ടപ്പെടുത്താനായിട്ട് ഇപ്പോഴിറങ്ങിക്കൊണ്ടിരിക്കുന്ന അനേകരായ ഈ ജനങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിശ്ചയമായിട്ടും ജനാധിപത്യ വ്യവസ്ഥയിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറയുന്നത് തെറ്റാണ്. സാഹോദര്യത്തിൽ നമുക്ക് വിശ്വാസമുണ്ടെന്ന് പറയുന്നത് തെറ്റാണ്. ഇന്ത്യയുടെ വികസനത്തെക്കുറിച്ച് നമുക്ക് കാഴ്ചപ്പാടുണ്ടെന്ന് പറയുന്നത് തെറ്റാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ ഇന്ത്യ എന്ന ഒരു സങ്കല്പത്തെ അല്ലെങ്കിൽ ഇന്ത്യ എന്ന ഒരു ബോധത്തെ നിലനിർത്തുന്നുവെങ്കിൽ, ആ ഇന്ത്യ എന്നൊരു ബോധത്തിനകത്താണ് ജീവിക്കുന്നതെങ്കിൽ നിശ്ചയമായും ഈ മനുഷ്യരുടെ കഷ്ടതകളോട് ചേർന്ന് കപ്പണം. അതല്ലെങ്കിൽ മനുഷ്യരെന്ന നിലയ്ക്കാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് കീടജന്മങ്ങളായി ജീവിക്കുന്ന ഈ സാധാരണ മനുഷ്യർക്ക് വേണ്ടി നിലപാടെടുക്കാൻ കഴിയാതെ പോയാൽ അത് നിശ്ചയമായും അധാർമികമായ പ്രവൃത്തിയാണ് എന്ന് കാണാൻ പറ്റും. ജീവിക്കുമ്പോൾ നമുക്കൊക്കെ ജീവിതത്തിന് ഒരർത്ഥമുണ്ടാകുന്നത് എന്ത് പക്ഷം ചേരുമെന്നുള്ളതാണ്. പക്ഷം രാഷ്ട്രീയ പക്ഷമല്ല കേട്ടോ. പക്ഷം എന്ന് പറയുന്നത് വിശക്കുന്നവനോടുകൂടെ, സഹിക്കുന്നവനോടുകൂടെ, വേദനിക്കുന്നവനോടുകൂടെ ഒക്കെ ഒപ്പം നിൽക്കലാണ്. അവരും നമ്മളും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. കണ്ണും മൂക്കും നാക്കും ഒക്കെ ഉള്ളവരാണ്. ഒരേ വിശപ്പാണ്, ഒരേ സങ്കടമാണ്, ഒരേ വേദനയാണ്. അങ്ങനെ ഒരേ വേദനയും ഒരേ സങ്കടങ്ങളും ഒരേ ഇല്ലായ്മകളും ഒരേ വിശപ്പും അനുഭവിക്കുന്ന ഒരേ ചോര നിറം ഒന്നായ നമുക്കെന്തുകൊണ്ട് ഒന്നിച്ച് നിന്നുകൂടാ? അതുകൊണ്ട് ഇന്ന് രാജ്യത്ത് ഉയർന്നു വരുന്ന ഈ സമരങ്ങൾ ചെറുതായി കാണരുത്. ആ സമരങ്ങളോട് ഹൃദയം കൊണ്ടെങ്കിലും ഒരു പക്ഷം ചേരാൻ കഴിയണം. നമുക്ക് നേരിട്ട് പ്രവർത്തിക്കാൻ കഴിയാത്തവരുണ്ടാകാം, പക്ഷെ ഹൃദയം കൊണ്ടെങ്കിലും ഒരു പക്ഷം ചേരണം. നിശ്ചയമായും നമ്മുടേതാണ് ഈ സമരം, വിജയവും നമ്മുടേതാണ്.